റോഷിബാലിലേക്ക് കൂടി. റോഷിബാൽ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു പ്രവർത്തകർക്ക് നേരെ. കഴിഞ്ഞ ദിവസത്തേതിന്റെ തുടർച്ചയുണ്ടാകുമോ? സർവകലാശാലയ്ക്കകത്തേക്ക് കയറിയുള്ള പ്രതിഷേധം, അതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന വിദ്യാർത്ഥികൾ ഗേറ്റ് ചാടിക്കടക്കാനുള്ള ശ്രമം കൂടി നടക്കുകയാണ്. നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ മാർച്ച് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് നടന്നത്. ഈ പ്രതിഷേധ മാർച്ച് എത്തിയ ഉടൻ തന്നെ ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ കയറി പ്രതിഷേധിക്കുന്ന കാഴ്ചകളാണ്. ആദ്യഘട്ടം ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ രണ്ടാം വട്ടം തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സർവകലാശാലയിലേക്ക് വൈസ് ചാൻസലർക്കെതിരെയുള്ള ഈ പ്രതിഷേധം. വലിയ പ്രതിഷേധമാണ്. പക്ഷേ സർവകലാശാലയിലേക്ക് അവർ കടക്കില്ല, സർവകലാശാല വളപ്പിലേക്ക് അവർ കടക്കില്ല എന്നാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ നേരത്തെ അറിയിച്ചത്. ബാരിക്കേഡിന് മുകളിൽ ഇപ്പോൾ പ്രവർത്തകരൊക്കെ കയറി അവർ പ്രതിഷേധം തുടരുകയാണ്. ഇനി സർവകലാശാല വളപ്പിലേക്ക് ഇവർ കടന്നാൽ അവരെ തടയാനായി വലിയ രീതിയിൽ പോലീസ് സന്നാഹമുണ്ട്. എന്നാലും മറുഭാഗത്ത് ഈ പ്രവർത്തകർക്കെതിരെ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്നതാണ്. സമാനമായ സാഹചര്യം ഉണ്ടാകാതിരിക്കാനും മുൻകരുതലാണ് പോലീസിന്റെ ഭാഗത്ത്. അന്ന് പ്രവർത്തകർ ഇവിടെ എത്തിയ ഘട്ടത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നില്ല. SFI പ്രവർത്തകർ ക്യാമ്പസിലേക്ക് കടക്കാൻ അവർക്ക് സൗകര്യപ്രദമായി ക്യാമ്പസ് വളപ്പിലേക്ക് കടക്കാൻ പോലീസ് കൂട്ടുനിന്നു എന്നടക്കമുള്ള ആരോപണങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം എത്തിയതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ പോലീസ് ജലപീരങ്കി നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തള്ളിയെടുക്കുകയാണ്. പോലീസ് പ്രകോപനമില്ലാതെ ജലപീരങ്കി പ്രയോഗിച്ചു എന്നാരോപിച്ചാണ് ഇപ്പോൾ ജലപീരങ്കി നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടുക്കുന്നത്. പോലീസുമായി ഇപ്പോൾ തർക്കിക്കുകയാണ്. ജലപീരങ്കിക്ക് നേരെ ഓടിയെടുക്കുകയാണ്. ഇപ്പോൾ ജലപീരങ്കിക്ക് നേരെ ആണ് ഇപ്പോൾ SFIയുടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുന്നത്. ജലപീരങ്കിക്ക് മുന്നിൽ പോലീസ് വലയമുണ്ട്. അവിടെ ജലപീരങ്കിയുടെ മുന്നിൽ 2 തവണയാണ് ഇപ്പോൾ തുടർച്ചയായി ഡിവൈഎഫ്ഐ പ്രതിഷേധത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ 3ാമത് ജലപീരങ്കി ചാടിക്കയറുന്ന ദൃശ്യങ്ങളും കാണാം. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. കേരള സർവകലാശാല ആസ്ഥാനം യുദ്ധഭൂമിയായിരിക്കുന്നു. SFI ASFനൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധവും ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഡിവൈഎഫ്ഐ പ്രതിഷേധം പുറത്താണ്. ബാരിക്കേഡിന് മറികടന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം, ഗേറ്റ് ചാടിക്കടന്ന് അകത്തേക്ക് എത്താനുള്ള ശ്രമം, മതിലിൽ കയറി നിന്നുകൊണ്ടുള്ള പ്രതിഷേധം കാണാം. ഗോപാൽ ശിലാസനമുണ്ട്. ഗോപാൽ, ഇപ്പോൾ യുദ്ധക്കളമാണ് അക്ഷരാർത്ഥത്തിൽ. ഇപ്പോൾ സർവകലാശാലയുടെ മതിൽ, ഗേറ്റ്, അവിടെയൊക്കെ കയറി നിന്നുള്ള പ്രതിഷേധം ഡിവൈഎഫ്ഐ നടത്തുന്നു. അകത്ത് SFI പ്രതിഷേധവും അതാണോ കാഴ്ച? ഈ സർവകലാശാലയ്ക്കകത്തേക്ക് മുറികളിലേക്ക് കയറിയുള്ള പ്രതിഷേധത്തിലേക്ക് ഇനി കടക്കുമോ? കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? സർവകലാശാല അക്ഷരാർത്ഥത്തിൽ സമരക്കളമായി മാറുന്നു എന്ന് വേണം പറയാൻ. സർവകലാശാലയിലെ മുക്കിലും മൂലയിലും പ്രതിഷേധമുണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പുറത്ത് ഡിവൈഎഫ്ഐ നടത്തുന്ന പ്രതിഷേധ സമരമാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SFIയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വൈസ് ചാൻസലർക്കും ചാൻസലർക്കുമെതിരെ രൂക്ഷമായ സമര പരമ്പര ഉണ്ടാകുമെന്ന് ഡിവൈഎഫ്ഐ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവർത്തകരും പോലീസും സമാനതകളില്ലാത്ത വാക്കേറ്റമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജലപീരങ്കി വാഹനത്തിന് നേരെ പ്രവർത്തകർ പാഞ്ഞെടുക്കുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടാകുന്നു. പ്രകോപനമില്ലാതെ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു എന്നതാണ് പ്രവർത്തകർ ആരോപിക്കുന്നത്. 4 തവണ ഇതിനോടകം ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. അത് പ്രവർത്തകരെ വല്ലാണ്ട് പ്രകോപിപ്പിച്ചിരിക്കുന്നു. ജലപീരങ്കി വാഹനത്തിന് നേരെ കല്ലുകളും വടികളും വലിച്ചെറിയുകയാണ് പ്രവർത്തകർ. എന്നാലും സർവകലാശാലയ്ക്കുള്ളിലേക്ക് കടക്കാൻ ഈ ഘട്ടത്തിൽ വലിയ പ്രതിഷേധം പുറത്ത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ 1ഉം 2ഉമല്ല, നിരവധി പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് മറ്റ് ജില്ലകളിൽ നിന്നടക്കമുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. വലിയ പ്രതിഷേധം തന്നെയാണ്. സർവകലാശാല ആസ്ഥാനത്ത് ഒരു ശക്തി പ്രകടനമാക്കി മാറ്റുകയാണ് ഡിവൈഎഫ്ഐയും SFIയും ASFും എന്ന് വേണം കരുതാൻ. എന്താണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത് പുറത്ത്? ഇപ്പോൾ ആ ബാരിക്കേഡിന് മുന്നിലാണ് പ്രതിഷേധം തീർക്കുന്നത്. പോലീസുമായി
പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ജലപീരങ്കിക്ക് മുന്നിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിലയുറപ്പിച്ചിരിക്കുന്നത്. വലിയൊരു വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിന് മുകളിൽ കയറിയിരിക്കുകയാണ്. SFI സമരം ചെയ്യുന്ന SFI പ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരം സർവകലാശാലയുടെ മുന്നിലേക്ക് നടത്തുന്നത്. SFIയുടെ നേതൃത്വത്തിലുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ സമരം. ആദ്യഘട്ടം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പക്ഷേ ക്യാമ്പസിനകത്തേക്ക് കയറാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ കയറിയിരിക്കുന്നത് നമുക്ക് കാണാം. ആ സമരം അതിൻ്റെ ഉദ്ഘാടന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായിരുന്നു. ഒരു സംഘർഷത്തിലേക്ക് പോകുമായിരുന്നു. ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീടാണ് പ്രവർത്തകർ ഇപ്പോൾ ശാന്തമായത്. അവരുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുന്നു. ഈ മാർച്ച് കഴിഞ്ഞതിന് ശേഷം SFIയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. ഗവർണർക്കെതിരെയും വൈസ് ചാൻസലർക്കെതിരെയും അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയും SFIയും അതിശക്തമായ സമരത്തിലേക്ക് നീങ്ങുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസിന്റെ ജലപീരങ്കിക്ക് മുന്നിൽ, ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ കൂട്ടം കൂടുന്നു. ഇവിടെ നിന്ന് പോലീസിന് നേരെ തിരിയുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. മറ്റൊരു സംഘർഷ സാധ്യത നിലവിലിപ്പോഴില്ല. ഡിവൈഎഫ്ഐ നേതാക്കൾ സംസാരിക്കുകയാണ്. ഈ യോഗത്തിൽ ഇപ്പോഴും നിരവധി പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്ന് നമുക്ക് കാണാം. SFIയുടെ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഈ ബാരിക്കേഡ് ചാടിക്കടന്നാണ് സർവകലാശാല ക്യാമ്പസിനകത്തേക്ക് കയറിയത്.